ശ്രീ പ്രേമൻ ടെലിഫോൺ ലൈനിലുണ്ട്, നെന്മാറ MLA. ശ്രീ പ്രേമൻ, എന്തുകൊണ്ടായിരിക്കാം ഇതൊരു വീഴ്ചയായി തന്നെയാണല്ലോ കണക്കാക്കേണ്ടത്? കാരണം പൊളിച്ചു നീക്കുമ്പോൾ പോലും ആ കെട്ടിടം ഈ നിലയിൽ തകർന്നു വീഴുന്നുവെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണ്? ആരുടെ ഭാഗത്ത് നിന്ന് അതിൽ വീഴ്ചയുണ്ടായാലും അത് കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് എനിക്കിപ്പോൾ അറിയിക്കാനുള്ളത്. അതിനൊക്കെ കുറിച്ച് ഒരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി പുതിയൊരു അപകടം സൃഷ്ടിക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അപ്പൊ എന്താണ് ഇത് സംഭവിച്ചത് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മറുപടി കിട്ടിയതിനു ശേഷം കൂടുതൽ പ്രതികരിക്കുക. എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്. താങ്കൾ ഈ ടാങ്ക് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ നേരത്തെ പതിഞ്ഞിരുന്നോ? പൊളിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് KWAയുടെ വന്നിരുന്നു. അപ്പൊ അത് നിൽക്കുന്നത് അപകടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പൊളിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു സാങ്കേതിക നടപടിക്രമം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നതാണ്. അത് ഇപ്പോൾ ഈ പൊളിച്ച സമയത്തുണ്ടായിട്ടുള്ള അനാസ്ഥ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. അതായത് ഏതെങ്കിലും ഒരു ഏജൻസിയോ കോൺട്രാക്ടറോ ആയിരിക്കുമല്ലേ ഈ കോൺട്രാക്ടറെ ആണല്ലോ നമ്മൾ ഏൽപ്പിക്കുക. അപ്പൊ ടെൻഡർ കൊടുത്തിട്ട് ടെൻഡർ എടുക്കുന്നവരാണല്ലോ ഇത് ചെയ്യുക. അവിടെ ഈ അപകടം, ഈ ദൃശ്യങ്ങൾ നടക്കുന്നതാണ് ആ ഭാഗത്ത്. ആ കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. ഒരു പക്ഷേ മറ്റേതെങ്കിലും സമയത്തോ കഴിഞ്ഞ ദിവസങ്ങളിലോ ഒക്കെയാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ എന്നത് ഭയാനകരമാണ്. അവിടെ ഒരു കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നോ? പ്രത്യേകിച്ച് ആ റോഡിലൂടെയൊക്കെ ആളുകൾക്ക് നടക്കുന്നതിനൊന്നും തടസ്സമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണമല്ലോ ഇതുപോലുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കാൻ. അത് പാലിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ കുറ്റമാണ്. അതിലിനിയിപ്പോ അപകടം വന്നോ വന്നില്ല എന്നുള്ളതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മേലാൽ ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് MLA എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. വളരെയധികം നന്ദി ശ്രീ പ്രേമൻ. MLA K പ്രേമനാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എന്താണ് ഇതിൽ വീഴ്ച സംഭവിച്ചത്, ആരുടെ ഭാഗത്ത് നിന്നാണ്? അവിടെ MLA സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റോ മരണപ്പെട്ടോ എന്നതൊന്നുമല്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വലിയ അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഭാഗ്യത്തിന് മാത്രം ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഒപ്പം വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രജിത് കോങ്ങാട് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.